എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 7 ശ്ലോകം 41, 42, 43, 44, 45, 46 6 ശ്ലോകങ്ങളെ ഇന്ന് നമുക്ക് നോക്കാം. 24 ഗുരുക്കന്മാരിൽ നിന്നും എന്തൊക്കെയാ പഠിച്ചത് എന്ന് വിസ്തരിച്ചു പറയണു ദത്താത്രേയ മഹർഷി. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കഥാമയം ഭാഗവതാഭിധാനാം ഹരേ തനും തേ ചരിതൈ ത്വദീയേ യഥാമതി പരിതോഷകാമസ്തൗമി പ്രസീദ അച്യുത മാരുതേശ. ഗംഗണപതയേ നമഃ. സംസരസ്വതേ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 41. പാർത്ഥിവേഷ്വിഹ ദേഹേഷു പ്രവിഷ്ടസ്തദ് ഗുണാശ്രയ ഗുണൈർനയുജ്യതേ യോഗി ഗന്ധേർവായുരിവാത്മദൃക്. വായുവിൽ നിന്ന് പഠിച്ച മറ്റൊരു സംഗതി പറയുന്നു. കഴിഞ്ഞ ശ്ലോകത്തില് വായുവിൽ നിന്ന് പഠിച്ച സംഗതികൾ പറഞ്ഞു. ഇപ്പൊ വേറൊരു സംഗതി പഠിച്ച കാര്യം പറയാണ്. വായു സുഗന്ധ ദുർഗന്ധാദികളുള്ള പദാർത്ഥങ്ങളോട് ചേർന്നാലും, നല്ല സുഗന്ധമുള്ള പുഷ്പത്തിനായാലും ദുർഗന്ധമുള്ള പുഷ്പത്തിനായാലും വായുവിന് അത് ഗന്ധസംബന്ധമില്ല. ഗന്ധമൊന്നും പുഷ്പാദികളോട് ചേർന്നിരിക്കുന്നതല്ലാതെ വായുവിനോട് ചേർന്നിരിക്കുന്നതല്ല. അതത് വസ്തുക്കളോട് തൽക്കാലം ചേരുമ്പോ അതത് ഗന്ധസംബന്ധമുള്ളതുപോലെ തോന്നുന്നു, അത്രേ ഉള്ളൂ. നല്ല വാസനയുള്ള പുഷ്പത്തിൽ നിന്ന് വരുന്നതാണെങ്കിൽ ആ സുഗന്ധം വരും. അത് ചീത്ത ഗന്ധാണെങ്കിൽ അത് വരും. അല്ലാതെ വായുവിന് അതിനോടൊന്നും ബന്ധമില്ല. അതുപോലെ ആത്മാവിൽ നിന്ന് തെറ്റാതിരിക്കുന്ന യോഗി പൃഥ്വി വികാരങ്ങളായ ദേഹാദികളിൽ പ്രവേശിച്ചവനായാലും മനുഷ്യൻ, ദേവൻ, തടിച്ചവൻ, ചടച്ചവൻ എന്നിങ്ങനെയുള്ള ദേഹധർമ്മങ്ങളോട് ചേർച്ചയും അഭിമാനവും ഇല്ലാത്തവനായിരിക്കണം. അന്യദൃഷ്ടിക്ക് ആ ധർമ്മങ്ങൾ ഉള്ളവനെ പോലെ തോന്നിയാലും മനുഷ്യത്വാദി ധർമ്മങ്ങൾ ദേഹത്തിനില്ലാതെ ആത്മാവിനില്ല എന്ന ഉറപ്പോടെ ഇരിക്കാൻ വായുവിൽ നിന്ന് ഞാൻ പഠിച്ചതുകൊണ്ട് ദേഹഭ്രാന്തി ഇല്ലാതെയായി. ആത്മജ്ഞാനം ഇല്ലാത്തത് കൊണ്ടാണ് ദേഹധർമ്മങ്ങളില് അഭിമാനമൊക്കെ ജനിക്കുന്നത്. പുഷ്പാദികളിൽ ഉള്ളതാണ് ഗന്ധം എന്നറിവുള്ളവൻ വായുവിന് ഗന്ധം ഉണ്ട് എന്ന് വിചാരിക്കില്ലല്ലോ. അന്തർഹിതശ്ച സ്ഥിരജംഗമേഷു ബ്രഹ്മാർത്ഥഭാവേന സമന്വയേന വ്യാപദാവ്യവച്ഛേദമസംഗമാത്മനോ മുനിർനഭസ്ത്വം വിതതസ്യ ഭാവയേൻ. ഒരേ ആത്മാവ് സർവചരാചരങ്ങളുടെയും ഉള്ളിലും പുറത്തും വ്യാപിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എങ്കിലും ഒന്നിനോടും യോജിക്കാതെയും പരിച്ഛിന്നമാവാതെയും ഇരിക്കുന്നു. ആകാശം എന്ന പോലെ എല്ലാറ്റിന്റെയും ഉള്ളിലും പുറത്തും ആകാശമുണ്ടെങ്കിലും ഒന്നിനോടും ചേർച്ചയില്ല. ശരീരരൂപേണ പുറത്തും ജീവരൂപേണ ഉള്ളിലും വ്യാപിച്ചിരിക്കുന്ന ആത്മാവ് ശരീരവുമല്ല ജീവനുമല്ല. ഇവയിൽ നിന്ന് വിലക്ഷണനും സർവവ്യാപിയും ഉള്ളിലും പുറത്തും ഇരിക്കുന്നവനും അസംഗനുമാണ് എന്ന് ആകാശത്തിൽ നിന്ന് പഠിച്ചു. ദേഹാന്തർഗതനായിരുന്നാലും സർവവ്യാപിയായ ആത്മാവ് സ്ഥിരജംഗമങ്ങളിൽ വ്യാപിച്ചിരിക്കുന്നതിനാൽ ആത്മാവ് തന്നെ ബ്രഹ്മമെന്നും അതിനാൽ ദേഹാദികളോട് സംഘവും തന്നിമിത്തം പരിച്ഛിന്ന ഭാവവും ഇല്ലെന്നും മനസ്സിലാക്കണം. സർവഗതമായ ആകാശം ഘടാദികളിൽ സംബന്ധപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിലും ആ സംബന്ധ നിമിത്തം പരിച്ഛിന്ന ഭാവമോ അന്യത്ര അവ്യാപ്തിയോ ആ വക വസ്തുക്കളുടെ ഗുണസംബന്ധമോ ആകാശത്തിന് ഇല്ലെന്ന് സ്പഷ്ടമായി കാണപ്പെടുന്നു. തേജോവന്നമയേർഭാവൈ മേഘാദ്യൈർവായുനേരിതൈ ന സ്പൃശ്യതേ നഭസ്തദ്വത് കാലസൃഷ്ടേർഗുണേ പുമാൻ. കാലശക്തിയാൽ പ്രകൃതിയിൽ നിന്ന് സത്വരജസ്തമോ ഗുണങ്ങളും അവയിൽ നിന്ന് പൃഥിവ്യാദിഭൂതങ്ങളും അവയിൽ നിന്ന് ദേഹങ്ങളും ഉണ്ടായി. അതിനാൽ ഗുണകാര്യങ്ങളും അഗ്നി, ജലം, അന്നം ഇവയുടെ വികാരങ്ങളുമായ ദേഹാദികള്
മേഘം ആകാശത്തെ എന്ന പോലെ ആത്മാവിനെ ആശ്രയിച്ചു നിൽക്കുന്നു. വായുവിനാൽ അങ്ങുമിങ്ങും ഓടിക്കപ്പെടുന്നതും ആകാശത്തെ ആശ്രയിച്ചു നിൽക്കുന്നതുമായ മേഘത്തോട് ആകാശത്തിന് സംബന്ധമില്ലാത്തതുപോലെ ദേഹാദികളോട് ആത്മാവിനും സംബന്ധമില്ല. ആത്മാവ് അസംഗൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം, ഈ വിധം ആകാശ ദൃഷ്ടാന്തത്താൽ നന്നായി ധരിച്ച ഞാൻ ദേഹസംബന്ധമില്ലാത്ത ആത്മരൂപനായി സഞ്ചരിക്കുന്നു. ദേഹാദികളിൽ ഞാൻ എന്നും എന്റേതെന്നും എന്നുള്ള അഭിമാനം മാത്രമാണ് സംസാര ദുഃഖത്തിന് കാരണം. സ്വച്ഛ പ്രകൃതിത സ്നിഗ്ധോ മാധുര്യസ്തീർത്ഥപൂർണൃണാം മുനി പുനാത്യപാം മിത്രം ഈക്ഷേപോ സ്പർശ കീർത്തനൈ. സ്വച്ഛത്വാദികളായ ഗുണങ്ങൾ കൊണ്ട് ജലം ലോകത്തെ പരിശുദ്ധമാക്കുന്നു. അതുപോലെ നിർമ്മലമായിരിക്കുന്നവന് ലോകത്തെ പരിശുദ്ധമാക്കാൻ കഴിയും എന്ന് ജലത്തിൽ നിന്ന് പഠിച്ചു എന്ന് പറയാണ്. ജലം സ്വഭാവത്താൽ നിർമ്മലവും മാർദ്ദവ ഗുണവും മധുരരസവും അശുദ്ധി നീക്കാൻ സഹജമായ സാമർഥ്യവും ഉള്ളതാണ്. അതുപോലെ മുനിയും അന്ധക്കരണത്തിൽ രാഗദ്വേഷാദി മലങ്ങളില്ലാതെ നിർമ്മലനും ജന്മനാ പരോപകാരം ചെയ്യുന്നവനും മധുരമായി സംസാരിക്കുന്നവനുമായിരിക്കണം. ഗംഗ മുതലായ തീർത്ഥങ്ങൾ കാണുക, ആ ജലം കൊണ്ട് ശരീരശുദ്ധി വരുത്തുക, പാനം ചെയ്യുക, മഹാത്മ്യം കീർത്തിക്കുക ഇത്യാദി ചെയ്യുന്നവരുടെ പാപത്തെ ആ വക തീർത്ഥങ്ങൾ നശിപ്പിക്കും. ഇതുപോലെ മുനിയും കാണുന്നവരെയും നമസ്കരിക്കുന്നവരെയും സതുപദേശം ചെയ്ത് അനുഗ്രഹിച്ച് അജ്ഞാനാദി ദോഷങ്ങൾ നീക്കി പരിശുദ്ധരാക്കി തീർക്കണം. എന്നീ ധർമ്മങ്ങൾ ഞാൻ ജലത്തിൽ നിന്ന് പഠിച്ചു. തേജസ്വീ തപസാ ദീപ്തോ ദുർധർഷോദരഭാജന സർവഭക്ഷോഭിയുക്താത്മാ നാദത്തെ മലം അഗ്നിവത്. അഗ്നി അധികം പ്രകാശമുള്ളതും ആർക്കും അതിക്രമിക്കാൻ കഴിയാത്ത ഉഷ്ണത്വാദി ഗുണങ്ങളുള്ളതും എല്ലാറ്റിനെയും പരിഗ്രഹിക്കും എങ്കിലും സകലത്തെയും ദഹിപ്പിക്കുന്നതും അശുദ്ധിയില്ലാത്തതും ആകുന്നു. അതുപോലെ എപ്പോഴും പരമേശ്വര ധ്യാനത്തോടു കൂടിയ മുനിയും ആത്മപ്രകാശം, തപോബലം, അതിക്രമിക്കാൻ കഴിയാത്ത മഹാത്മ്യം എന്നിവയുള്ളവനും പിന്നേക്ക് കരുതാതെ കിട്ടുന്നത് അപ്പപ്പോൾ ഭക്ഷിക്കുന്നവനും യാതൊരുവിധ പാപവുമില്ലാത്തവനും ആയിരിക്കണം എന്നാണ് അഗ്നിയിൽ നിന്ന് ഞാൻ പഠിച്ചത്. എന്നാൽ അഗ്നിയുടെ പ്രകാശം ഉപാധിഭൂതങ്ങളായ കാഷ്ഠാദികളെ അവലംബിച്ചാണ് ഇരിക്കുക. ആത്മപ്രകാശമോ ഉപാധിയെ കൂടാതെ ആകുന്തോറും അധികം തിളങ്ങിക്കൊണ്ടിരിക്കും. ശുദ്ധാശുദ്ധ പദാർത്ഥങ്ങളെ സ്വീകരിക്കുന്ന അഗ്നി എപ്പോഴും പരിശുദ്ധമായി തന്നെ ഇരിക്കുന്നത് പോലെ മുനിയും അദൃഷ്ടവശാൽ ശുഭാശുഭ കർമ്മങ്ങൾ ചെയ്യുന്നവനെ പോലെ പരദൃഷ്ടിക്ക് തോന്നിയാലും എപ്പോഴും ആത്മാവിൽ തന്നെ വയ്ക്കപ്പെട്ട മനസ്സോടുകൂടിയവനാകയാൽ അശുദ്ധി, അതായത് പാപം ലേശവും ഇല്ലാത്തവനായിരിക്കും. ക്വചിച്ഛന്ന ക്വചിൽ സ്പഷ്ട ഉപാസ്യ ശ്രേയ ഇച്ഛതാം ഭുങ്ക്തേ സർവത്ര ദാതൃണാം ദഹൻ പ്രാഗുത്തരാശുഭം. ചിലപ്പോ അഗ്നി, കല്ല്, മരം മുതലായവയിൽ അസ്പഷ്ടമായും ചിലപ്പോ വിറക് മുതലായവയിൽ കത്തിപ്പിടിക്കുമ്പോൾ സ്പഷ്ടമായും സ്വർഗാദി പുണ്യസ്ഥാനങ്ങൾ ആഗ്രഹിക്കുന്നവരാൽ യാഗാദി കർമ്മദ്വാര സേവിക്കപ്പെടുവാൻ യോഗ്യമായും അഗ്നിഹോത്രാദി കർമ്മങ്ങള് ശ്രദ്ധയോടുകൂടി മുട്ടാതെ നടത്തുന്നവരുടെ ഭൂത ഭവിഷ്യത് പാപങ്ങളെയും സംഹരിക്കാൻ ശക്തിയുള്ളതായും ആരെന്തെടുത്തിട്ടാലും അതിനെ എല്ലാം സ്വീകരിച്ച് ദഹിപ്പിക്കുന്നതും ആയിരിക്കുന്നത് പോലെ മുനിയും ചിലപ്പോ തന്റെ മാഹാത്മ്യത്തെ സംഗതിവശാൽ പ്രകാശിപ്പിച്ചും ചിലപ്പോ പ്രകാശിപ്പിക്കാതെ ശാന്തരൂപനായും പ്രാരബ്ധം, സഞ്ചിതം, ആഗാമികം എന്നീ കർമ്മങ്ങളെ നശിപ്പിക്കാൻ ശക്തനായും സേവിക്കുന്നവർക്ക് മോക്ഷ സാമ്രാജ്യത്തെ കൊടുക്കുന്നവനും പാപരഹിതനുമായിരിക്കുന്നു എന്നും അഗ്നിയിൽ നിന്ന് പഠിച്ചു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.